ജനങ്ങളുടെ പരാതികൾ നേരിട്ട് ഏറ്റുവാങ്ങി വൈപ്പിൻ എംഎൽഎയുടെ മുഖാമുഖം പരിപാടി. This news brought to you by Diamond Life. ഗുണമേന്മ, വിശ്വാസം, വരുമാന സൗഹൃദ വില എല്ലാം ഒറ്റ ബ്രാൻഡിൽ ഡയമണ്ട് ലൈഫ്. പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് പിന്നാലെ വൈപ്പിൻ എംഎൽഎ KN ഉണ്ണികൃഷ്ണൻ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി എടവനക്കാട് 16-ാം വാർഡിൽ പ്രത്യേക പ്രാധാന്യം നേടി. സമരങ്ങളും ദുരിതങ്ങളും തുടർച്ചയായുള്ള പ്രദേശമായതിനാൽ വാർഡിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളാണ് ജനങ്ങൾ പ്രധാനമായും MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. റോഡ് തകർച്ച, മഴക്കാല വെള്ളക്കെട്ട്, കടൽക്ഷോഭ ഭീഷണി, കുടിവെള്ളക്ഷാമം, ഗതാഗത തടസ്സങ്ങൾ എന്നിവയായിരുന്നു ഉയർന്നുവന്ന പ്രധാന പരിപാടികൾ. വാർഡിലെ പ്രശ്നങ്ങൾ വിശദമായി കേട്ട MLA അവ പരിഹരിക്കുന്നതിന് സമയബന്ധിത നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. തകർന്ന റോഡുകളും കലുങ്കുകളും അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്താനും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഡ്രൈനേജിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും നിർദ്ദേശം നൽകി. കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശങ്ങളിൽ ടെട്രോപോഡ് സ്ഥാപിക്കുന്നതടക്കമുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഞാൻ ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ എൻ്റെ ഒരു കേരള കോമഡി പത്രമൊക്കെ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഉള്ള കുറച്ച് വിഭാഗത്തിൽ നോക്കി ഇവിടെ കൈകളിൽ തരും. അത് എല്ലാവരും പരസ്പരം കൈമാറി അത് വായിക്കുക, മനസ്സിലാക്കുക, അതിൽ കാണുന്ന നന്മകൾ പ്രസംഗം ഒഴിവാക്കാൻ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ആ ഭാഗം എന്നിരുന്നാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് നമ്മുടെ ഇടവനക്കാടുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിലൊന്നും നമുക്കൊരു MLAക്ക് ഒരു വർഷം വിനിയോഗിക്കുന്നതിന് മണ്ഡലത്തിലാകെ അനുവദിക്കുന്നത് 5 കോടി രൂപയാണ്. അതിന് ആസ്തി വികസന പദ്ധതി. അപ്പൊ 5 കോടി രൂപ 5 വർഷം 25 രൂപ അങ്ങനെ ലഭിച്ച നമ്മുടെ പദ്ധതി അനുസരിച്ച് മറ്റു വിവിധ പദ്ധതികളനുസരിച്ച് ഈ 5 കൊല്ലത്തിനിടയിൽ ഇവിടെ എടവനക്കാട് പഞ്ചായത്തിൽ മാത്രം ഞാൻ മുഖാന്തരം ചെലവഴിച്ചിട്ടുള്ളതും ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ തുക 51 കോടി 53 ലക്ഷം രൂപയാണ്. മറ്റൊന്ന് MLAയുടെ ഒരു പ്രത്യേക വികസന പദ്ധതി. ഈ 5 കോടിക്ക് പുറമെ 1 കോടി രൂപ നമുക്ക് സർക്കാരാണ്. അപ്പൊ 5 വർഷവും 5 കോടി രൂപ എല്ലാ മണ്ഡലത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആ പദ്ധതി പ്രകാരം നമ്മൾ ഇവിടെ 34,23,318 രൂപയാണ് എടവനക്കാട് പഞ്ചായത്ത് ചെലവഴിച്ചത്. പിന്നെ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഹാർബർ എഞ്ചിനീയറിംഗ് അതുവഴി 1,39,40,000 രൂപ ഈ എടവനക്കാട് പഞ്ചായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന പ്രവർത്തികൾ 5,90,00,000. പിന്നെ എല്ലാ വർഷവും നമ്മുടെ ബജറ്റിൽ നമുക്കൊരു 10-20 പ്രപ്പോസലുകൾ കൊടുക്കാൻ കഴിയും. അതനുസരിച്ച് ബജറ്റ് പ്രപ്പോസലിൽ 21,46,088 രൂപയാണ് ചെലവഴിച്ചത്. പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ റോഡ് പുനരുദ്ധാരണ പദ്ധതി മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയാണ്. അതുവഴി നമ്മൾ 57,40,000 രൂപയാണ് എടവനക്കാട് പഞ്ചായത്തിന് വിവിധ റോഡുകൾക്ക് അനുവദിച്ചത്. പിന്നെ ജിടവഴി നമ്മൾ പാസ്സാക്കിയതാണ് ഈ കടലാക്രമണം തടയാനുള്ള 35 കോടി വിനിയോഗിക്കാനിരിക്കുകയാണ്. എന്റെ കാര്യങ്ങൾ പറയാം. പിന്നെ പട്ടികജാതി പട്ടികവർഗ മേഖലയുടെ പുനരുദ്ധാരണത്തിന് 3,88,00,000 കുടിവെള്ള പ്രശ്നം സ്ഥിരമായി പരിഹരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപനം നടത്തുമെന്നും MLA പറഞ്ഞു. ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് കേട്ടും മറുപടികൾ നൽകിയും തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചും നടത്തിയ മുഖാമുഖം പരിപാടി ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായാണ് നാട്ടുകാരുടെ അഭിപ്രായം. എടവനക്കാട് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് MLA വീണ്ടും ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, എടവനക്കാട്.